മോഡിഫിക്കേഷൻ നടത്തിട്ട് ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ല. എടാ അരുണ, ഫ്ലോർ മാറ്റ് 2 പറഞ്ഞിട്ട് ഒന്നിവിടെ പെട്ടെന്നുണ്ടാ ഫ്ലോർ മാറ്റ്, സീറ്റ് കവറ്, സ്റ്റിയറിംഗ് കവറ്. നമസ്കാരമുണ്ട്. നമ്മുടെ ഈ കേരളത്തിൻ്റെ സമീപകാല ചരിത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി പദമൊക്കെ ഏറ്റെടുത്തിട്ട് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയേറെ ട്രോൾ ചെയ്യപ്പെട്ട ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് നിസ്സംശയം പറയാൻ പറ്റുക അത് നമ്മുടെ സതീശൻ സാറ് തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ പുതിയ പൂക്കി മുഖ്യമന്ത്രി എന്ന് നമ്മുടെ ജൻസി സമൂഹം അദ്ദേഹത്തിന് ഒരു പട്ടം ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാം. അതിനൊരു ചരിത്രമുണ്ട്, സമീപകാല ചരിത്രമാണ്. വളരെ പിന്നോട്ടൊന്നും നമുക്ക് സഞ്ചരിക്കേണ്ട. ഈ മന്ത്രിസഭ അധികാരമേൽക്കുന്നു, ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്നു, പത്രസമ്മേളനം വിളിക്കുന്നു. അതിൽ വളരെ ചെറുപ്പക്കാരനായ ഒരു 10-20 വയസ്സുള്ള ഒരു സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റ് അദ്ദേഹത്തിനോട് സാറേ എപ്പോഴാണ് നമ്മുടെ ഈ വണ്ടികളുടെ മോഡിഫിക്കേഷൻ അനുവദിക്കുക എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ഒരു ആക്ഷൻ ഉണ്ട്. അതൊക്കെ ഉണ്ട്, ചെയ്തു തരും, വാക്കല്ലേ പറഞ്ഞാൽ ചെയ്തിരിക്കും. ആ ഒരു പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖഭാവം വെച്ചുകൊണ്ട് 100 കണക്കിന് ട്രോളുകളാണ് കേട്ടോ പല വിഷയങ്ങളിലും അദ്ദേഹത്തിനെ ട്രോളിക്കൊണ്ടിരുന്നത്. അതുപോകട്ടെ, ദിവസങ്ങളങ്ങ് കഴിഞ്ഞു കേട്ടോ. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഏതെല്ലാം തരത്തിലുള്ള ഈ മോട്ടോർ വെഹിക്കിളിൻ്റെ മോഡിഫിക്കേഷനാണ് വരുന്നതെന്ന്. നമുക്കറിയാലോ, ഇലക്ഷൻ തൊട്ട് 2 ദിവസം 3 ദിവസം മുമ്പാണ് അദ്ദേഹം ഈ ചെറുപ്പക്കാരായ ഈ വണ്ടി ഭ്രാന്തന്മാരുടെ വോട്ടുകളൊക്കെ ഈ വോട്ട് പെട്ടിയിലാക്കാനുള്ള ഒരു സൂത്രമെന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത്. കുട്ടികളുടെ ആഗ്രഹമല്ലേ, ഇന്നത്തെ പുതിയ ജനറേഷനിലെ അദ്ദേഹത്തിന് ഏതാണ്ട് 10-60 വയസ്സിൻ്റെ കടുത്തുണ്ടെങ്കിലും അദ്ദേഹം ഫീൽ ചെയ്യുന്നത് ഒരു ചെറുപ്പക്കാരനാണ് എന്നുള്ളത് കൊണ്ട് മാനസികമായിട്ട് അവരുടെ ഒരു ചിന്താഗതി വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരാളായതുകൊണ്ട് അവരാഗ്രഹിക്കുന്നൊക്കെ ചെയ്തു കൊടുക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നുള്ളതുകൊണ്ട് പിള്ളേരുടെ ആഗ്രഹമല്ലേ, അതൊക്കെ ചെയ്തു തരാം, നമുക്ക് വോട്ട് ചെയ്തോളൂ, UDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായും അതൊക്കെ അനുവദിക്കുന്നതാണെന്ന് പറഞ്ഞോടുകൂടെ അത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് കൊണ്ടാടി ഒരുപാട് പേര് UDFന് വേണ്ടി വോട്ട് പിടിക്കാനായിട്ട് ഈ ജൻസി വിഭാഗം ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് വോട്ട് കിട്ടിയോ എന്നൊന്നും നമുക്കറിയില്ലെങ്കിലും കുറേ പേരെങ്കിലും ഈ UDF വന്നാൽ ഇതൊക്കെ അനുവദിക്കുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലായിരുന്നു. അങ്ങനെ ഇരിക്കെ UDFന് അധികാരം കിട്ടുന്നു. ജൻസി പിള്ളേര്, വണ്ടി ഭ്രാന്തന്മാർ വലിയ പ്രതീക്ഷയോടുകൂടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സാധ്യമാകാവുന്ന ഒരു 18ഓളം മോഡിഫിക്കേഷൻ്റെ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അത്രേ. അതാണത്രേ ഇപ്പോൾ നമ്മുടെ സതീശൻ സാറ് അനുവദിക്കുന്ന മോഡിഫിക്കേഷൻ. അതിനെ കളിയാക്കിക്കൊണ്ടുള്ള ട്രോളുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ ഓടുന്നത്. ഈ അധികാരം കിട്ടിയിട്ട് ഏതാണ്ട് 1 മാസം പോലും ആയിട്ടില്ല, അതിനു മുമ്പേ ഇത്രയേറെ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കാരണം സ്വയം പറഞ്ഞു പോയ ഒരു കമ്മിറ്റ്മെൻറ്റ്, വാഗ്ദാനം എങ്ങനെയാണോ തിരിഞ്ഞു കുത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. അത്തരത്തിലുള്ള ട്രോളിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ കണ്ടു നോക്കൂട്ടോ. മോഡിഫിക്കേഷൻ നടത്തിട്ട് ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ല. എടാ അരുണ, ഫ്ലോർ മാറ്റ് 2 പറഞ്ഞിട്ട് ഒന്നിവിടെ പെട്ടെന്നുണ്ടാ ഫ്ലോർ മാറ്റ്, സീറ്റ് കവറ്, സ്റ്റിയറിംഗ് കവറ്. എടാ ഗിയർ ലിവറുമ്പോ ഒരു കവർ ഇട്ടുണ്ടായിരുന്നില്ലടാ, ഇത്രയും മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ വേണ്ട, ഓവറാണ് ഇപ്പൊ തന്നെ. പിന്നെ അരുണ, 2 ചെറുനാരങ്ങ പച്ചമുളകും ഫ്രണ്ടിൽ തൂക്കിക്കോ, മോഡിഫിക്കേഷൻ ഓവറായി കാണുമ്പോ ചിലപ്പോ കണ്ണിട്ടു. ഇതുപോലെ ചിരിച്ച് മണ്ണ് കപ്പാവുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നാൽ നമുക്ക് ഈ വിഷയത്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്തൊരു മഹാ കഷ്ടമാണെന്ന് നോക്കി. 4 വോട്ട് കിട്ടാൻ വേണ്ടി, അധികാരം കിട്ടാൻ വേണ്ടി എന്ത് പടിവിഡ്ഢിത്തവും പറയുക. പിന്നെ വിജയിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മറക്കുക, അത് ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞതാണോ എന്നറിയില്ല. പിന്നെ ഈ ജൻസി പിള്ളേർ തന്നെ ഇനി ഇവരെ തോൽപ്പിക്കണമെങ്കിൽ ഒരു 5 കൊല്ലം കാത്തിരിക്കണ്ടേ. ഇതുപോലെ തന്നെ ആയിരിക്കുമോ എല്ലാ വാഗ്ദാനങ്ങളും എന്നാണ് ജനവും വോട്ടർമാരും കാതോർത്തിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ.